എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്ന എന്റെ റംബൂട്ടാൻ മരത്തിന്റെ അടുത്താണ്. അപ്പൊ നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ റംബൂട്ടാന്റെ വിളവെടുപ്പാണ്. അപ്പൊ ഈ സമയത്ത് കണ്ട വിളവെടുക്കണം. ഇപ്പൊ എല്ലാരും കണ്ട റെഡ് കളറായി വന്നേക്കണേണ്. കാരണം നമ്മ ഈ മരത്തുമ്മല് വലയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോ അല്ലെങ്കിൽ എല്ലാരും വവ്വാലും എണ്ണാനൊക്കെ കടിച്ചിടും. അപ്പൊ നമുക്ക് ഈ ടൈമിൽ വേണം റംബൂട്ടാൻ വിളവെടുത്ത് വെക്കാനായിട്ട്. ഇനി ഇത് പഴുത്തിട്ടുണ്ട്, റംബൂട്ടാനൊക്കെ പഴുത്തിട്ടുണ്ട്. അപ്പൊ റംബൂട്ടാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് റംബൂട്ടാൻ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് തന്നെയാണ്. നമ്മ വെച്ച് കഴിഞ്ഞാല് 2 വർഷം കഴിയുമ്പോ തന്നെ കായ കിട്ടണ ഫ്രൂട്ടാണ് റംബൂട്ടാൻ. പിന്നെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം വേണോട്ടെ നമ്മ റംബൂട്ടാൻ നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. നല്ല സൂര്യപ്രകാശം കിട്ടി നമ്മ വേനൽക്കാലത്ത് നന്നായിട്ട് നനച്ചും കൊടുത്തതിനാൽ ഇഷ്ടം പോലെ റംബൂട്ടാൻ ഉണ്ടാവും. പിന്നെ ഈ വർഷം കുറേ കായകളൊക്കെ പൊഴിഞ്ഞു പോയിരുന്നു കേട്ടാ. എന്നുവെച്ചാല് ഭയങ്കര ചൂടായിരുന്നല്ല, അതിന് പേരിൽ കുറേ കായകളൊക്കെ പൊഴിഞ്ഞു പോയി. എന്നാലും കണ്ട് ഇഷ്ടം പോലെ നമ്മുടെ മരത്തുമ്മൽ ഉണ്ടായിട്ടുണ്ട്. ഈ മരത്തിന്റെ ഈ ഒരു കമ്പ് മാത്രമാണ് ഈ കാണുന്നത്. അപ്പുറത്തെ സൈഡിൽ വേറെ കമ്പാണ്, അതുമൂലൊക്കെ നിറച്ച് കായാണ് കേട്ടാ. അപ്പൊ നമുക്കിന്ന് റംബൂട്ടാൻ വിളവെടുക്കാം. അപ്പൊ നമുക്ക് റംബൂട്ടാൻ കണ്ട വിളവെടുക്കാം. നമുക്ക് കൈ എത്തിച്ച് പൊട്ടിക്കണൊക്കെ ഇപ്പൊ പൊട്ടിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തോട്ടി വെച്ച് പറിച്ചെടുക്കാണ്ട. എല്ലാം മുകളിൽ പഴുത്തെടുക്കണേണ് കണ്ട. റംബൂട്ടാൻ കണ്ട ഇതേപോലെ നമ്മ കൊമ്പേപ്പാട് കണ്ട ഇതേപോലെ നമുക്ക് പൊട്ടിക്കാൻ പറ്റണൊക്കെ നമുക്കിപ്പൊ പൊട്ടിച്ചെടുക്കാം. കണ്ട ഇതേപോലെ റംബൂട്ടാന്ന് പറഞ്ഞത് കണ്ട എല്ലാരും ഒരേപോലെ പഴുക്കുള്ളൂ. കൊലകളിൽ പല പല പഴുപ്പൊക്കെ ആയിരിക്കും. പിന്നെ ഇതൊക്കെ ഏകദേശം ഒരുവിധം എല്ലാം ഒരേപോലെ തന്നെ പഴുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മ ഇപ്പോഴേ പറിച്ചില്ലെങ്കിൽ എന്താന്ന് വെച്ചാ കണ്ട കിളികൾ കണ്ട തോട് മാത്രമാണ് കിടക്കണത്. അവരെല്ലാരും തിന്നിട്ടുണ്ടാവും. നമ്മ നോക്കുമ്പോ റംബൂട്ടാൻ പോലെ കാണും, പക്ഷെ അതൊക്കെ ഇവര് തിന്നിട്ട് തോട് ഇട്ടേക്കണേ ഇരിക്കുള്ളൂ കണ്ട. നമുക്കിനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് തോട്ടി വെച്ച് പറിച്ചെടുക്കാം. കണ്ട റംബൂട്ടാൻ മരം നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എല്ലാ വർഷവും നമുക്ക് ഫ്രൂട്ട് കിട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് ഈ പ്രാവശ്യം ഫസ്റ്റ് തന്നെ റംബൂട്ടാൻ പഴുത്ത് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള റംബൂട്ടാൻ നമ്മ മരത്തിൽ കയറിയിട്ടാ പറിക്കണ കണ്ട. എല്ലാം നന്നായിട്ട് പഴുത്തെടുക്കണേണ് കണ്ട. അപ്പൊ നമുക്ക് കണ്ട മരത്തുമ്മ കയറിയിട്ട് നമ്മ ഫുള്ള് പറിക്കണേണ്. ഇതേപോലെ കണ്ട എല്ലാ കൊലകളിലും എല്ലാം തന്നെ പഴുത്തെടുക്കണേണ്. നമ്മ ഒരേ പ്രാവശ്യം നമ്മ റംബൂട്ടാൻ വിളവെടുത്തതിനാല് പ്രൂൺ ചെയ്ത് കൊടുത്തോണം കണ്ട. പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോ അടുത്ത പ്രാവശ്യം നന്നായിട്ട് ചെനപ്പുകൾ വന്ന് എല്ലാ കമ്പുമ്മലും നിറച്ച് റംബൂട്ടാൻ കിട്ടും കണ്ട. അപ്പൊ നമുക്ക് റംബൂട്ടാൻ എല്ലാം തന്നെ കണ്ട നമുക്ക് ഇതേപോലെ കിട്ടും കണ്ട. നല്ല വെയിറ്റ് ആണ് ഈ റംബൂട്ടാന്റെ കൊലകൾക്ക് കണ്ട. നമുക്ക് ഇതേപോലെ റംബൂട്ടാൻ നമ്മ പറിച്ചെടുക്കുകയാണ് കണ്ട. മരത്തേല് കയറി തന്നെ പൊട്ടിക്കണം. കാരണം ഇതൊരു എടാകൂടത്തിൽ നിൽക്കണേണ് നമ്മുടെ റംബൂട്ടാൻ മരം. മറ്റുള്ള മരങ്ങളുടെ ഇടയിലൊക്കെ നിൽക്കണ കാരണം നമുക്ക് ഒരരികിൽ മതിലാണ്, മതിലിന്റെ സൈഡിൽ നിന്ന് പറിക്കാൻ പറ്റൂല. അപ്പുറത്തേക്ക് പോയേക്കണേണ് കമ്പുകൾ കണ്ട. അത് നമ്മ റംബൂട്ടാൻ മരത്തിന്റെ കമ്പേപ്പാടെ തന്നെ കണ്ട ഒടിച്ചെടുത്തേക്കണേണ്. കാരണം ഒടിച്ചെടുത്തെന്ന് വെച്ചാൽ കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം കണ്ട ഇത് ഏതായാലും ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കണം കണ്ട. നിറച്ച് കായാണ് കണ്ട. അപ്പൊ പ്രൂൺ ചെയ്ത് കൊടുക്കണേക്ക് വരെ നമുക്ക് ഇപ്പൊ തന്നെ നമുക്ക് കമ്പേപ്പാടി ഒടിച്ചിട്ടാ പിന്നെ അടുത്ത വർഷത്തേക്ക് ഇത് നന്നായിട്ട് വീണ്ടും കുറെ ശാഖകൾ വന്ന് നിറച്ചും കായ ഉണ്ടാവും കണ്ട. അപ്പൊ നമ്മ കമ്പേപ്പാടി തന്നെ ഒടിച്ചെടുത്തേക്കണേണ് കണ്ട. അപ്പൊ കണ്ട നമ്മുടെ ചെറിയ കമ്പുമ്മലുള്ള റംബൂട്ടാനാണ് കണ്ട. ഇതേപോലെ കണ്ട
നിറച്ച് കായാണ് കണ്ട. അപ്പൊ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തേക്ക് പോകുന്തോറും ഇതേപോലെ ഇഷ്ടം പോലെ കായ കിട്ടോട്ടാ. ഇപ്പൊ റംബൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉണ്ടായി തുടങ്ങണ ഒരു ടൈമാണ് കണ്ട. ഇപ്പൊ വിളവെടുക്കലൊക്കെ എല്ലാവരും ആരംഭിച്ചു. ചില സ്ഥലത്തൊക്കെ ഇപ്പൊ റംബൂട്ടാൻ ഉണ്ടാകെ വന്നോളൂ. ഇവിടെ വേറെ ഒരു മരത്തും ഉണ്ടായി വന്നോളൂ കണ്ട. നമ്മുടെ ഫസ്റ്റ് തന്നെ റംബൂട്ടാൻ ഉണ്ടായി കിട്ടി. ഈ സമയത്ത് റംബൂട്ടാൻ നല്ല വിലയുള്ള ടൈമും കൂടിയാണ് കേട്ടാ. നമുക്ക് റംബൂട്ടാൻ മരം എന്തായാലും വീട്ടിൽ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ വിളവെടുക്കാണ്ട. ഇഷ്ടം പോലെ കായ നമുക്ക് കിട്ടിയേക്കണത് ഒറ്റ വിളവെടുപ്പിൽ തന്നെ. നമുക്കിനി തോട്ടി വെച്ചിട്ട് താഴെ നിന്ന് പറിക്കാട്ടാ കണ്ട. ഇനി ഒരുപാടാണ് കണ്ട. അപ്പൊ നമുക്ക് ഈ കമ്പേപ്പാട് കണ്ട, നമുക്ക് കമ്പേപ്പാട് തന്നെ ഒടിച്ചിട്ടിട്ടാണ് നമ്മിപ്പൊ പറിക്കണ കണ്ട. എന്നാലാണ് ഇനിയിപ്പൊ അടുത്ത പ്രാവശ്യം നന്നായിട്ട് ഇത് കായ്ച്ചിട്ടുള്ളൂ കണ്ട. കണ്ട അപ്പൊ നമുക്കൊരു വലിയ കമ്പ് നമ്മ അതേപടി തന്നെ കണ്ട. നമുക്ക് ഇതിന്ന് ഇത് റംബൂട്ടാനായി അടുത്തെടുക്കണ്ട. കണ്ട ഇതിന്റെ കാഴ്ചക്കണ കണ്ടില്ലേ. അപ്പൊ ഇപ്രാവശ്യം ഒരുപാട് പേർക്കാണ് റംബൂട്ടാൻ മുഴുവൻ പൊഴിഞ്ഞു പോയിന്ന് പറഞ്ഞത്. ഭയങ്കര ചൂടിന്റെയും പിന്നെ റംബൂട്ടാൻ മൊത്തം പൊഴിഞ്ഞൊക്കെ പോയിന്ന് ഒരുപാട് പേര് എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ കമ്പുമ്പോ അടുത്തി ഇടാട്ട റംബൂട്ടാൻ കണ്ട. നമ്മ പറിച്ചു കൂട്ടിട്ടേക്കണ കണ്ടില്ലേ. ഒരു നമ്മുടെ റംബൂട്ടാൻ മരം എന്ന് പറഞ്ഞാല് അധികം വലിയ മരമൊന്നുമല്ല. ഇങ്ങനെ എല്ലാ ഫ്രൂട്ട് മരവും കൂടെ നട്ടിട്ട് അതിന്റെ ഇടയിൽ ഇങ്ങനെ തിങ്ങി നിക്കണേണ് ഈ മരം. നമുക്ക് മരം തന്നെ ചില സമയത്ത് കാണാൻ പറ്റാറില്ല. അപ്പൊ അതിന്റെ ഒരു ഇടാകൂടത്തിൽ നിന്ന മരത്തിൽ നിന്നാണ് നമ്മ ഇത്രയും റംബൂട്ടാൻ കിട്ടിയത്. അപ്പൊ നമ്മ റംബൂട്ടാൻ മാത്രം നട്ടിട്ട് നമ്മ വിളവെടുക്കാന്ന് വെച്ചാൽ ഇഷ്ടം പോലെ വിളവെടുക്കാൻ പറ്റും. അപ്പൊ ഇത്രയും ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇത്രയും റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ട് കണ്ട. അപ്പൊ ഈ സമയത്തൊക്കെ നമുക്ക് റംബൂട്ടാൻ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കണ്ട. നമ്മുടെ ഈ കൊമ്പൊക്കെ ഒടിഞ്ഞു പോയിന്ന് വിചാരിച്ച് നിങ്ങൾ ഇതാവണ്ട കേട്ടോ. റംബൂട്ടാൻ പറിക്കുമ്പോ കൊമ്പ് കുറച്ച് ഒടിച്ച് കളഞ്ഞു. നമുക്ക് പ്രൂൺ ചെയ്യേണ്ടി വരൂലല്ലോ. അല്ലെങ്കിലും നമ്മ ഈ ഫ്രൂട്ട്സ് ഒക്കെ വിളവെടുത്ത് കഴിഞ്ഞാല് നമ്മ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ നന്നായിട്ട് അടുത്ത വർഷം വിളവ് കിട്ടുള്ളൂ. പ്രൂണിങ് പ്രധാനമാണ് റംബൂട്ടാനൊക്കെ. അത് നമ്മുടെ അടുത്ത കമ്പുമലത്തെ റംബൂട്ടാനായിട്ട് കാണുന്ന കണ്ട. ഇത് നിറച്ച് കായാണ് കണ്ട. നമുക്കിതപ്പ ഇതേപോലെ നമുക്ക് ഒടിച്ചെടുക്കണ്ട. കണ്ട മൊത്തത്തിൽ ഈ തവണ നമ്മുടെ റംബൂട്ടാൻ എല്ലാം ഒരേപോലെയാണ് പഴുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറിക്കാനായിട്ട് എളുപ്പമായി കണ്ട. ഇനി നമുക്ക് ഫുള്ള് നമുക്ക് ഇനി ഇത് പറിച്ചെടുക്കാം. അപ്പൊ നമ്മ കൊറേ റംബൂട്ടാൻ വിളവെടുത്ത് ഇനി ഇഷ്ടം പോലെ മരത്തുമ്പോ കിടക്കേണ്ടതാണ് വിളവെടുക്കാനായിട്ട്. അപ്പൊ നമ്മുടെ ഇവിടെ നിന്ന് റംബൂട്ടാൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മാസിമോനും ഇസാമോളും ഉണ്ട്. ഇസാമോള് എന്റെ രണ്ടാമത്തെ മോന്റെ മോളാണ്. മാസിമോൻ എന്റെ മൂത്ത മോന്റെ മോനാണ്. അപ്പൊ നമുക്ക് ഇവർക്ക് തന്നെ കൊടുക്കാം. നമുക്ക് റംബൂട്ടാൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് കണ്ട. എന്നാ മാസിമോനെ കഴിച്ചു നോക്കിയേ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. എങ്ങനെയുണ്ട് മാസിമോനെ? നല്ലതല്ലേ? അപ്പൊ ഈ സമോള എങ്ങനെയുണ്ട്? അല്ല കൈ മധുരമൊക്കെ ഉണ്ടാ? റംബൂട്ടാൻ ഇഷ്ടമാണാ? കൃഷിയൊക്കെ ഇഷ്ടമാണാ? കൃഷിയൊക്കെ ഇഷ്ടമാണാ? അപ്പൊ നമുക്ക് റംബൂട്ടാൻ കണ്ട നമ്മുടെ. അപ്പൊ മാസിമോൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടാ? ആ കുരു കഴിക്കണ്ട, റംബൂട്ടാന്റെ ഫ്രൂട്ട് മാത്രം കഴിച്ചാ മതി കേട്ടാ. അപ്പൊ നമുക്ക് കണ്ട ഇവരൊക്കെ നമുക്ക് വിളവെടുക്കാൻ വന്നതാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഈ വിളവെടുപ്പും കൃഷി കാണലെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം നമ്മുടെ റംബൂട്ടാനൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം. നമുക്ക് ഇതേപോലെ എല്ലാ വർഷവും നമുക്ക് റംബൂട്ടാൻ വിളവെടുക്കാം. ഇനി നമ്മുടെ മരത്തുമ്മ കണ്ടില്ല ഇഷ്ടം പോലെ നമുക്ക് വിളവെടുക്കാൻ കിടക്കണേണ്. അപ്പൊ ഇതൊക്കെ തന്നെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരു മരമൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ റംബൂട്ടാൻ കിട്ടും.
അപ്പൊ സ്ഥലമുള്ളവർക്ക് എന്നൊക്കെ പറഞ്ഞാല് വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് റംബൂട്ടാൻ. കാരണം 1 കിലോത്തിന് എന്തെന്നാലും 200 രൂപ കുറയാണ്ട് കിട്ടും. ഇത് നല്ല വെയിറ്റ് ആണ്. അപ്പൊ നമുക്ക് വാണിജ്യ അടിസ്ഥാനത്തിലും കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ഫ്രൂട്ട് തന്നെയാണ് റംബൂട്ടാൻ. അപ്പൊ സ്ഥലമുള്ളവർക്ക് നമുക്ക് അധികമായിട്ട് നമുക്ക് റംബൂട്ടാൻ വെച്ചു പിടിപ്പിക്കാം. അപ്പൊ എല്ലാവരും റംബൂട്ടാന്റെ കൃഷിയൊക്കെ ചെയ്യണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.